ഇന്നത്തെ വീഡിയോ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവയർനെസ് ആണ് കേട്ടോ. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വന്നു വെച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ കേൾക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ പാമ്പ് ശല്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതുപോലെയുള്ള ആ ഒരു പടർന്നു വരുന്ന ചെടികളെല്ലാം വിൻഡോ സൈഡിൽ വെക്കുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുവഴി വിൻഡോയിലൂടെ പാമ്പുകൾ വീടിനുള്ളിലേക്ക് കടക്കാൻ സാധ്യത ഏറെയാണ്. അടുത്തത് ഈ ഗേറ്റിലൂടെ കാണുന്ന ഈ ഒരു വിടവിലൂടെയും അല്ലാതെ നമ്മുടെ ഡോറിൻ്റെ ഉള്ളിലേക്കുള്ള വിടവിലൂടെ പാമ്പുകൾ അകത്ത് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ സാധാരണ വിടവുള്ള ഒരു ഡോറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിടവ് ഡോർ ഗ്യാപ്പ് ഫില്ലറും സീലിംഗ് സ്ട്രിപ്പൊക്കെ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ വേസ്റ്റ് എല്ലാം കുന്നുകൂടി ഇടുകയാണെങ്കിൽ അവിടെ എലിശല്യം കൂടുതലായിരിക്കും. അപ്പോൾ എലികളെ പിടിക്കാനായിട്ട് പാമ്പുകൾ വരാൻ സാധ്യത ഏറെയാണ്. അപ്പം മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരിസരം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ചൂട് സമയത്ത് നമ്മളെല്ലാവരും തന്നെ വിൻഡോസ് തുറന്നിട്ടിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോ സൈഡിലൂടെ പാമ്പുകൾ കടക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതിനെടുക്കാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻ എന്ന് വെച്ചാൽ മോസ്കിറ്റോ നെറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഡോറായിട്ട് പിടിപ്പിക്കാനും പറ്റും, അല്ലാതെ ജസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പ് നമുക്ക് നെറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം അതും ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതും നല്ലൊരു സേഫ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും. പിന്നെ വിൻഡോസ് തുറന്നിടുകയാണെങ്കിലും ഈ ഒരു ചൂടിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ട് അതുപോലെ ചെയ്യാവുന്നതാണ്. അടുത്തതായി എടുക്കാവുന്ന പ്രിക്കോഷൻസ്, മാക്സിമം ഷൂ റാക്കിൽ നമ്മൾ നമ്മുടെ ഷൂസ് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി നോക്കാം. ആ ഒരു ഫുട് വെയർ എല്ലാം പുറത്ത് ഇടുമ്പോൾ അതുവഴി പാമ്പുകൾ അതിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. കുട്ടികളുടെ ക്രോക്സ് ആയാലും നമ്മുടെ ആ ഒരു ഷൂസിലെല്ലാം പാമ്പുകൾ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇടുന്നതിന് മുമ്പ് തന്നെ മാക്സിമം അത് നോക്കിയതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഓടരുത്. കാരണം വിഷം വേഗം തന്നെ ശരീരത്തിൽ പടരാൻ ചാൻസ് ഏറെയാണ്. കടി ഏറ്റ ഭാഗത്ത് ഐസ് വെക്കാനോ ടൈറ്റായിട്ട് കെട്ടിവെക്കാനോ പാടില്ല. അപ്പോൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം തന്നെ മുൻകരുതലുകളാണ്. എന്നാലും എത്രയും പെട്ടെന്ന് കടിയേറ്റ ആളെ ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റൽ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ സർപ്പ എന്നുള്ളൊരു ആപ്പുണ്ട്. അത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടോ, അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ വരുന്ന ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചും പിന്നെ ആ ഒരു പാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ അതിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് ഈ ഇടയായി നമ്മൾ കേട്ടൊരു ന്യൂസാണ്. കായിക പരിശീലനത്തിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് റീസൺ മനസ്സിലാവാതിരിക്കാറുണ്ട്. നമുക്ക് കുട്ടികൾക്ക് CPRൻ്റെ അവയർനെസ് കൊടുക്കേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊരു അവയർനെസ്സായി മാത്രം കണ്ടാൽ മതി. ിടയിൽ കുഴഞ്ഞൊക്കെ വീഴുവാണെങ്കിൽ എന്താ ചെയ്യുക? CPRൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് എന്താ ചെയ്യുക? ഫസ്റ്റ് പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്? ഷോൾഡറിൽ ജസ്റ്റ് ഒന്ന് ഷോൾഡറിൽ ഇങ്ങനെ തട്ടണം 3 പ്രാവശ്യം. അപ്പോൾ ഒരു ട്രയൽ പോലെ ഞാൻ കാണിക്കുവാണ്ടോ. പിന്നെന്താ CPRൻ്റെ ആ ഒരു പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? പഞ്ച് അങ്ങനെ പിടിച്ച് എല്ലാവരും കൂടി അല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചെന്താ. മതി ഓക്കെ. ഇത് എത്ര പ്രാവശ്യം ചെയ്യണം? ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? പിന്നെ 30 പ്രാവശ്യത്തിന് ശേഷം എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കണം. മനസ്സിലായോ? ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ CPR കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് അയാളുടെ ഷോൾഡറിൽ 3 പ്രാവശ്യം തട്ടുക. കാരണം അത് ബ്രീത്ത് കിട്ടാതെയാണോ അതല്ലാതെ ബോധക്ഷയമാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബ്രീത്തിങ് നോക്കാൻ വേണ്ടി നമ്മൾ ലിസൺ ചെയ്യാം, ഫീൽ എന്ന് വെച്ചാൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അതല്ലാതെ എന്ന് വെച്ചാൽ വാച്ച് ചെയ്ത് ചെസ്റ്റ് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം 3rd സ്റ്റെപ്പാണ് CPR എന്ന് പറയുന്നത്. ചെസ്റ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കൈയുടെ കൈപ്പത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഉള്ളം കൈ വെക്കുക. മറ്റേ കൈ ലോക്ക് ചെയ്തിട്ട് വേണോട്ട് വെക്കാൻ വേണ്ടി. ഇതിങ്ങനെ നമ്മൾ 30 പ്രാവശ്യം ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് 30 പ്രാവശ്യം ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് കൊടുക്കണം.
ഇങ്ങനെ 5 പ്രാവശ്യം വരെ നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് ഈ ഒരു CPR എന്ന് പറയുന്നത്. കുടുങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ചുമയ്ക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും അതിന് ചെയ്യുന്നത്? അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ കാല് ജസ്റ്റ് ഒന്ന് ഇടയിലൊന്ന് വെക്കുക. എന്നിട്ട് മാക്സിമം ആ ഒരു പൊക്കിളിൻ്റെ മുകളിലായിട്ട് അമർത്തി ഇതുപോലെ ഒരു കൈ ചുരുട്ടി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് മാക്സിമം ഇതിലൂടെ അമർത്തുക മുകളിലോട്ട്, പിന്നെ അമർത്തുക മുകളിലോട്ട് ചെയ്യുക. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എന്താവും, പുറത്തോട്ട് ഭക്ഷണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് അടുത്ത് ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയർ എങ്ങനെ ചെയ്യണം, വയറിൽ പിടിച്ച് അമർത്തി വെക്കുക. അടുത്ത ആരും ഇല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചുമക്കാൻ പറയുക. ഇനിയിപ്പോൾ ചുമക്കാനും ശ്വാസം എടുക്കാനും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലാണ്, കുട്ടിയുടെ ആണെങ്കിലും മുതിർന്ന ആളുടെ ആണെങ്കിലും കാല് രണ്ടും വൈഡാക്കി വെച്ചതിന് ശേഷം നമ്മൾ പുറകിൽ നിന്ന് കാല് ജസ്റ്റ് ആ 2 കാലിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് ബാക്കിലൂടെ പൊക്കിളിന് മുകളിലായിട്ട് ഒരു മുഷ്ടി ചുരുട്ടി വെക്കുക. എന്നിട്ട് മറ്റു കൈകൊണ്ട് പ്രസ് ചെയ്ത് അമർത്തുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴും പിന്നെ ഈ ഒരു ഇമേജ് കാണുമ്പോഴും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഏറ്റവും അവസാനം ഈ ഒരു വേനൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ധാരാളം വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരിക്കുക. ദാഹം ഇല്ലെങ്കിൽ പോലും വെള്ളം കുടിക്കേണ്ടതാണ്. ഡീഹൈഡ്രേഷൻ തടയുന്നതിന് വേണ്ടി കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് ഉപ്പ് ചേർക്കാവുന്നതാണ്. പിന്നെ ഭക്ഷണത്തിൽ എപ്പോഴും കുക്കുംബർ, വാട്ടർമെലൺ അങ്ങനെയുള്ള വെള്ളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ തളർച്ചയും ക്ഷീണവും ഇല്ലാതെയാക്കാം. പിന്നെ വേണ്ടത് ലൈറ്റ് കളേഴ്സിലുള്ള കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ആക്കുക. അപ്പോൾ ഇതൊരു അവയർനെസ് ആയിട്ട് വേണം കാണാനായിട്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.